നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. ബീട്രൂട്ട് അരച്ച് ഫ്രിഡ്ജിൽ ക്യൂബ്സ് ആയിട്ട് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചില സമയങ്ങളിലൊക്കെ വെയിൽ കൊണ്ടുവരുമ്പോഴും അല്ലാതെ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ മുഖത്ത് അത് ഇട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് ആട്ടോ എൻ്റെ മുഖത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ സെയിം സംഭവം ഉപയോഗിച്ച് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കിയാലോ, അപ്പോൾ കുറച്ച് നല്ലതല്ലേ. എൻ്റെ കയ്യിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സോപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഒരു ബാർ സോപ്പ് ബേസ് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഗോഡ് മിൽക്കിന്റെ സോപ്പ് ബേസ് ആണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു അടിപൊളി ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇതിന്റെ അകത്ത് മണത്തിനോ കളറിനോ വേണ്ടി പ്രത്യേകിച്ച് ഒരു ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള സോപ്പ് തന്നെയാണ്. നമ്മുടെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു നല്ല പച്ച ബീട്രൂട്ടാണ് എടുക്കുന്നത്. ഇപ്പം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നേ ഉള്ളൂ. അത് ഏകദേശം 215 ഗ്രാം ഉണ്ട്. ഈ ഒരു ബീട്രൂട്ട് തന്നെ ധാരാളമാട്ടോ. എനിക്ക് ഒരു ബേസ് ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ആദ്യം നല്ല രീതിയിൽ അതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് ചെത്തിയെടുത്തിട്ട് കഴുകിയെടുത്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇനി കഷ്ണങ്ങൾ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ തന്നെ അതിൻ്റെ ഫുൾ നീരെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്കതൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് മാറ്റി വെക്കണം. അതിൻ്റെ ഉള്ളിൽ ആ ബീട്രൂട്ടിൻ്റെ നീര് മാത്രമാണ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള പീസുകൾ നമ്മൾ അടിച്ചെടുത്ത പീസുകൾ അവിടെ തന്നെ ഇരിക്കട്ടെ. അത് വെച്ച് നമുക്ക് വേറെ ഒരു ഉപയോഗം ഉണ്ട്, അതെടുത്ത് കളയുകയൊന്നും വേണ്ട. നമ്മുടെ സോപ്പ് ബേസിൻ്റെ എക്സാക്റ്റ് അളവെന്ന് പറയുന്നത് 250 ഗ്രാം സോപ്പ് ബേസിന് 30 ml ബീട്രൂട്ട് നീരാണ് വേണ്ടത്. അതായത് എൻ്റെ കയ്യിൽ 1/2 കിലോ സോപ്പ് ബേസാണ് ഇരിക്കുന്നത്. അപ്പം 60 ml ആണ് വേണ്ടത്. എൻ്റെ കയ്യിലിരിക്കുന്ന ആ അളവ് 30 ml അളവാണ്. അതിൻ്റെ ഒരു വട്ടം നമ്മൾ നിറച്ച് ഒഴിക്കുമ്പോൾ 30 ml കിട്ടും. പക്ഷെ എനിക്കിതിപ്പം ബീട്രൂട്ട് ജ്യൂസ് ഒരു 30 ml കിട്ടി, ഒരു പകുതിയും കിട്ടി. അതായത് 45 കിട്ടിയുള്ളൂ. ഇനി 15 കൂടെ കിട്ടണം. അതിനായിട്ട് ഞാൻ ഒന്നോടെ ബാക്കിയിരിക്കുന്ന ഇതൊന്ന് ശരിക്കും ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഞാൻ ഇപ്പോഴും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ, കൈ കൊണ്ട് മാക്സിമം പിഴിഞ്ഞെടുക്കുകയാണേ. അങ്ങനെ എനിക്ക് ആ അളവ് പാത്രം നിറയാൻ ആവശ്യത്തിനുള്ള ജ്യൂസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസിന് ആവശ്യമായിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് സോപ്പ് ബേസ്. ഇത് ഗോഡ് മിൽക്ക് സോപ്പ് ബേസ് ആട്ടോ. ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ഇതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർക്കുന്നില്ല, അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യണം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കണം. കാരണം എന്നാലാണ് പെട്ടെന്ന് നമുക്ക് ബോയിൽ ചെയ്ത് കിട്ടത്തുള്ളൂ. ഡബിൾ ബോയിൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവി കയറ്റി നമ്മൾ ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതിനുള്ളിലേക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മെൽറ്റ് ആവത്തില്ല. നമ്മൾ ഏകദേശം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെയാണ്. അങ്ങനെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഏത് പാത്രത്തിലാണോ മെൽറ്റ് ചെയ്യേണ്ടത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാട്ടോ ഞാനിങ്ങനെ ബീട്രൂട്ടിന്റെ ജ്യൂസ് മാത്രമല്ല, ബീട്രൂട്ട് കഷ്ണങ്ങൾ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ച് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ ഇടയ്ക്ക് മുഖത്തിട്ട് കൊടുക്കും. എനിക്കിതിന്റെ സയന്റിഫിക് വശങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ തണുപ്പ് മുഖത്ത് ഇടാമോ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എൻ്റെ മുഖത്ത് നല്ല മാറ്റമുണ്ട്. വേറെ കെമിക്കലൊന്നും ചേരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ മുഖത്തിന്. നീരെടുത്ത ബീട്രൂട്ട് വേസ്റ്റിന്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴും നല്ല തിക്കായിട്ടുള്ള നീര് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അതൊന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം ഈ സംഭവം കൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ഗ്ലാസ് ഉപയോഗിച്ച്, ഗ്ലാസ്സിലൂടെ വേണം കേട്ടോ, കാരണം ഇത് ചെറിയ ഹോളല്ലേ, നമ്മൾ പാത്രത്തിൽ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിലത്ത് പോവാൻ സാധ്യതയുണ്ട്. കുറച്ച് നീരേ ഉള്ളൂ. അത് നമുക്ക് ഗ്ലാസ് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കത് ഫ്രീസറിൽ വെച്ചൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇത് നല്ലതാണ്. നമ്മളൊന്ന് മുഖത്തൊന്ന് റോൾ ചെയ്ത് മസാജ് ചെയ്യാൻ നല്ലതാണ്. ബാലൻസ് ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് നമുക്കിത് ഇതുപോലെ ഐസ് ക്യൂബുകളാക്കി സൂക്ഷിച്ച് വെച്ച് ഒരു കണ്ടെയ്നറിലിട്ട് അടച്ചു വെക്കാം. നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സോപ്പ് ബേസിന്റെ പാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇത് നല്ല രീതിയിൽ മെൽറ്റായി കഴിഞ്ഞാൽ അതിന്റെ കട്ടകളൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടിന്റെ നീര് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല അടിപൊളി ഒരു കളർ കിട്ടില്ല. ലാവെൻഡർ ആണോ പർപ്പിൾ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല സെറ്റപ്പ് ഒരു കളർ. ഇതിൻ്റെ ഉള്ളിലേക്ക് ചൂടോട് തന്നെ ഞാനിപ്പം 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ മണത്തിനോ കളറിനോ വേണ്ടി ഒന്നും ചേർക്കുന്നില്ല. ഈ കളർ ഉണങ്ങി വരുമ്പോഴത്തേക്കും നല്ല വേറൊരു കളറാവേ. നമുക്ക് ബീട്രൂട്ട് സോപ്പിന് ഒരിക്കലും നമ്മുടെ ഈ ബീട്രൂട്ടിന്റെ കളർ കിട്ടത്തില്ല. അഥവാ അങ്ങനെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ കളറുകളൊക്കെ ചേർത്താൽ മാത്രമായിട്ട് അത് കിട്ടത്തുള്ളൂ. ഇപ്പം ഈ കളറാണെങ്കിൽ നമുക്ക് പിന്നെ കാണാൻ പറ്റും വീഡിയോയിൽ വേറൊരു ചന്ദന കളറാണ്. ആ കളർ എനിക്ക് പറയാൻ അറിയത്തില്ല. ആ കളറിലേക്കായിട്ട് നമ്മുടെ സോപ്പ് മാറുന്നതാണ്. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ സോപ്പിന്റെ മോൾഡിലേക്ക് ഒഴിക്കാം. സോപ്പിന്റെ മോൾഡുകൾ ഇല്ലാത്തവര് നമ്മുടെ പേപ്പർ കപ്പുകളില്ല, ചായ കപ്പ്, അതിൻ്റെ ഉള്ളിലേക്ക്, പേപ്പറിന്റെ ചായ കപ്പ്, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്താലും മതി.
ഇനിയിപ്പോൾ ഞാൻ തവിയും കൊണ്ട് ഇളക്കി ചൂടോടെ തന്നെ ഒഴിക്കണം. ഇത് ചൂട് കുറയുന്ന അനുസരിച്ച് ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. കട്ട പിടിച്ച് സോപ്പിൻ്റെ ഷേപ്പ് മാത്രമല്ല സോപ്പായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ചൂടോടെ തന്നെ നമ്മളിത് ഒഴിച്ചു വെക്കണം. ഏകദേശം 2-3 മണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സോപ്പായി മാറുന്നതാണ്. ഈ കറക്റ്റ് അളവുകൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള രീതിയിലുള്ള സാധാ സോപ്പ് പോലെ തന്നെയുള്ള സോപ്പുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അളവുകൾ മാറിപ്പോകുമ്പോഴാണ് സോപ്പ് പെട്ടെന്ന് അലുത്ത് പോയി സോപ്പിന് ഭയങ്കര കട്ടിയില്ലാതെ ഭയങ്കര കുഴകുഴാന്നൊക്കെ ആവുന്ന രീതിയിലുള്ള സോപ്പായി മാറുന്നത്. അളവുകൾ കറക്റ്റാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള സോപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ 3-4 മണിക്കൂറിന് ശേഷം ഞാൻ ഇതെല്ലാം മോൾഡിൽ നിന്ന് വിടിയിപ്പിച്ചെടുക്കുകയാണ്. നോക്കി നല്ല സിൽക്കി ഗ്ലോ ആയിട്ടുള്ള സോപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഗ്ലോ ഒക്കെയാണ് നമ്മുടെ സോപ്പിന്. നോക്കിയാൽ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്താൽ വെച്ചിരുന്ന സോപ്പിന്റെ കളർ വേറെയാണ്. ഇതെല്ലാം ഉണങ്ങി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കളറിലാണ് സോപ്പ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളത് കുറച്ച് നാൾ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ ഇത് കൂട്ട് ക്ലിംഗ് റാപ്പിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ പൊതിഞ്ഞ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. അതുവരെ ടാറ്റാ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇത് നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം.